വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഷോറൂമിലേക്കാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങളെ വണ്ടി പിന്നെയും പണി തന്നു. അതുതന്നെ ആളെന്താ കളിക്കുന്നതെന്ന് ആൾക്ക് തന്നെ ഒരു ധാരണ ഇല്ല കേട്ടോ. അവന് ഈ വണ്ടി കംപ്ലൈൻ്റ് ആയതോ കാര്യങ്ങളോ ഒന്നും അവനെ ബാധിക്കുന്ന വിഷയമല്ല കേട്ടോ. അവനേന്നല്ല, ഞങ്ങളെയും ബാധിക്കുന്ന വിഷയമല്ലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ വണ്ടി ഞങ്ങൾക്ക് പണി തരുന്നതൊക്കെ ഷോറൂമിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ പോകുന്നിടത്തൊക്കെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ട്രിപ്പിനെ അത് വലിയ രീതിയിലൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല. ട്രിപ്പ് പ്ലാൻ ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്യുന്നവരെയുള്ള ഡേയ്സുള്ള എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒന്നും ട്രിപ്പ് എൻഡ് ചെയ്യുന്ന ദിവസം ആർക്കും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അതാ ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നോർമൽ ചോറും കറിയും ഒക്കെ തന്നെയാണ്. പിന്നെ സ്പെഷ്യലായിട്ടൊരു കാട പൊരിച്ചതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്രോൾ അടിക്കട്ടാ. പെട്രോൾ അടിക്കട്ടെ. ചേട്ടാ അടിച്ചടിച്ചടിച്ച് 100 ബാക്കി വേണോ പൈസ? 500 അല്ല നിങ്ങൾ തന്നെ. താങ്ക് യു. പോവാ. എങ്ങോട്ടാ പോണേ? എവിടേക്കാ പോണേ നിങ്ങള്? വീട്ടിലേക്കാ? ഓക്കെ. അച്ചപ്പ വരൂ. കുട്ടിയെ വണ്ടി ഓട്ടണേ ആണ്. പെട്രോളൊക്കെ ഉണ്ട്. ഇപ്പം അടിച്ചില്ലേ പെട്രോള്? ഇനി അങ്ങോട്ട് ഈ 3 ഡേയ്സ് കഴിഞ്ഞ് ഡെയിലിയുള്ള വർക്ക് കാര്യങ്ങൾ, നേരത്തെ എഴുന്നേറ്റുള്ള ഓട്ടം, അതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പം ചെറിയൊരു സങ്കടം അല്ല, വലിയൊരു സങ്കടം തന്നെ ഉണ്ട് കേട്ടോ. കാരണം ഇനി എന്നാ ഇങ്ങനൊരു ട്രിപ്പ് പോകാമെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇത് ആ ഹർത്താലിൻ്റെ ദിവസമാണ് കേട്ടോ. പക്ഷെ അവിടേക്കൊന്നും ഹർത്താലില്ലായിരുന്നു. ഇത് 2 സൈഡിലും പുളിമരമാണ് കേട്ടോ. നിറച്ചും പുളിയുണ്ട്. അതേപോലെ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുരങ്ങന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തേനിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടില്ല. അതിനൊരു കാരണം കൂടെ ഉണ്ട്. വേറൊന്നുമല്ല, ഇങ്ങനെ ഓരോ കാഴ്ചകൾ കാണുമ്പം അൻവിക്ക് ഓരോരോ ഡൗട്ടാണ്. ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് വരുമ്പം വീഡിയോസ് എടുക്കുന്നതൊക്കെ ഞാൻ മറന്നു പോകും കേട്ടോ. ഈ വീഡിയോസിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ആ മലകളൊക്കെ ദൂരെ നിന്ന് ഇങ്ങനെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അതൊരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. ഈ ട്രിപ്പ് എൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു സങ്കടം എനിക്ക് ഉള്ളിലുണ്ടെങ്കിലും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ആഗ്രഹം ഞാൻ ഫുൾഫിൽ ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ. അതേപോലെ എൻ്റെ അടുത്ത ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വഴിയിലൂടെയുള്ള വ്യൂസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. റോഡ് കുറച്ചങ്ങോട്ട് എത്തിയപ്പം കുറച്ച് മോശമാണെങ്കിലും നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാൻ പറ്റിയൊരു വഴിയാണ് കേട്ടോ ഇത്. പിന്നെ അതാ കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയപ്പം കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ ഹർത്താലുള്ള സമയമായതുകൊണ്ട് ഏതെങ്കിലും പീടി തുറന്നിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കാൻ കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമാണെങ്കിൽ ആ ടെൻഷൻ ഉണ്ടാവില്ല, മോനും കൂടെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതാ ഞാൻ ഈ മൂന്നാർ ട്രിപ്പിൽ കൂടുതൽ കണ്ടത് ബൊഗെയിൻ വില്ലാസാണ് കേട്ടോ. കുറേ ഇങ്ങനെ കാട് പിടിച്ച് നടക്കുന്നത്, അതും പല കളേഴ്സിലുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണത്. അപ്പോൾ അത് കുറേയും കൂടെ മുമ്പോട്ടേക്ക് പോയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ നിന്ന് കുളിക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. കുളിക്കുന്നുണ്ട്, അലക്കുന്നുണ്ട്. അപ്പം ഏട്ടൻ അവിടെ ഇറങ്ങിയിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ, തോർത്തൊക്കെ എടുത്തിട്ട്. എനിക്ക് പിന്നെ നീന്തലും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ആ പരീക്ഷണത്തിന് നിന്നില്ല. പിന്നെ മോൻ ചെറിയ കുട്ടിയായതുകൊണ്ട് ഞാൻ അവനെ ഇതിനൊന്നും സമ്മതിക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള പ്ലേസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും, പേടിയാണെങ്കിൽ കൂടെ. അപ്പോൾ അച്ഛൻ ഇറങ്ങിയപ്പോൾ മോന് വാശിയായിട്ടോ, അവനും ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏട്ടൻ പെട്ടെന്ന് തിരിച്ച് കയറി. അങ്ങനെ ഏട്ടൻ തിരിച്ച് കയറിയിട്ടോ ആളുടെ വാശി മാറാത്തതുകൊണ്ട് ഏട്ടൻ പിന്നെ അവനെയും ഇറക്കിയിട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് നല്ല ടെൻഷനായിപ്പോയി. എങ്ങാനും ഏട്ടൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയാലോ എന്നുള്ളൊരു ടെൻഷൻ. ഞാൻ അങ്ങനെയാണ്, ഓവർ തിങ്ക് ചെയ്തിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമാണ് എനിക്ക് എല്ലാ കാര്യത്തിനും.
അതുകൊണ്ട് എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയപ്പോൾ കണ്ടതാണ് കേട്ടോ, 2 സൈഡിലും ഈ കാണുന്നത് ചെമ്പരത്തിയാണ്. ആ ചെമ്പരത്തീനെ കൊണ്ട് ഒരു വേലി പോലെ എങ്ങനെയാണ് അങ്ങനെ വളർത്തിയെടുത്തതെന്നുള്ളത് അറിയില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഏലത്തോട്ടാണെന്ന് തോന്നുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ആ വ്യൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെമ്പരത്തീനെ കൊണ്ട് ഇങ്ങനെ കുറ്റി കുറ്റിയായിട്ട് വേലി പോലെ വളർത്തിയെടുക്കുന്നത് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചെമ്പരത്തി കുറച്ച് ഹൈറ്റിൽ വളരുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് ഹൈറ്റിലാണ്, പക്ഷേ ഇങ്ങനെ കുറ്റി കുറ്റിയായിട്ട് ഇങ്ങനെ ബുഷി പോലെ വളർത്തിയെടുക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം. കുട്ടി ഇവിടെ ഉണ്ടല്ലേ, അച്ഛൻ പേടിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വണ്ടി നിർത്തിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അടിപൊളി വ്യൂ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇത് വേറെ എവിടെയില്ല, ഇടുക്കിയിലാണ് കേട്ടോ. ഇടുക്കിയിലുള്ളൊരു വില്ലേജാണ്. ആ വില്ലേജിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇടുക്കിയിലെത്തുന്നത്. ഇടുക്കിയിലെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കണ്ട അത്ര തന്നെ മതിയായി കേട്ടോ. അത്രയും അടിപൊളി പ്ലേസാണ് ഇടുക്കി. അതെനിക്ക് ഈ ട്രിപ്പിലാണ് കേട്ടോ മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, അവന് കഥ കേൾക്കണം, കഥ പറയണം എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പിന്നെ അതിലേക്കായിപ്പോയി. വീഡിയോസ് എടുക്കാനൊക്കെ ഞാൻ വിട്ടുപോയി കേട്ടോ. അപ്പം ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പ് ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.